നിങ്ങൾ മുസ്ലിമായി ജനിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പഠിച്ചോണ്ട് ചെയ്തു കൊടുക്കണോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് അള്ളാഹ് നിങ്ങളെ മുസ്ലിമാക്കി ജനിപ്പിച്ചത്? ചുരുക്കി പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? അള്ളാഹ് നിങ്ങളെ മുസ്ലിമാക്കി ജനിപ്പിച്ചിട്ടില്ല. നമ്മളാരെയും അള്ളാഹ് മുസ്ലിമാക്കി ജനിപ്പിച്ചിട്ടില്ല. അള്ളാഹ് നമ്മളെ ജനിപ്പിച്ചിട്ടേ ഉള്ളൂ, മുസ്ലിമായി ജനിപ്പിച്ചിട്ടില്ല. കാരണം ആ മുസ്ലിമിനും അതേ അവസരമല്ലേ? അപ്പോൾ എന്താണ് ശരിക്ക് നമ്മൾ എങ്ങനെ മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മൾ ജനിച്ച്. ശ്രദ്ധിക്കണേ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഷഹാദത്ത് പ്രാധാന്യം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ആ വിഷയം ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ തോന്നിപ്പോവും, ഷഹാദത്ത് ഇതിന് മാത്രം ഇപ്പോൾ എന്താ കേൾക്കാനുള്ളത്, ഇതിന് മാത്രം എന്ത് പ്രാധാന്യമാണ് ഷഹാദത്തിനുള്ളത് നമുക്ക് തോന്നും. ഇൻഷാ അല്ലാഹ് ആ ചോദ്യം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ ഒന്നുകൂടി ചോദിക്കും. അപ്പം അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്ത പ്രായത്തിലുള്ള ആൾക്കാരുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലെ ഇവിടെ ജീവിച്ചിരുന്ന കുറേ ആളുകളുണ്ട്, നമുക്ക് പരിചയമുള്ള ആളുകൾ. ഉദാഹരണത്തിന് നമ്മുടെ പിതാവ് മാതാവ്, അതല്ലെങ്കിൽ വല്യപ്പ വല്യമ്മ, അല്ലെങ്കിൽ അവരുടെ തലമുറ. ഇവരൊക്കെ നമ്മളെപ്പോലെ ജനിച്ചു വളർന്ന് വലുതായി യുവാക്കളായി പ്രായം കൂടിയ ആളുകളായി വൃദ്ധന്മാരായി ഇവിടുന്ന് മരണപ്പെട്ടു പോയ ആളുകളാണ്. നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്കും ഒരു കാര്യം ഉറപ്പാണ്, എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും എത്ര അസുഖങ്ങളില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിലും എന്ത് തന്നെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ കാലാകാലം നിൽക്കാൻ പറ്റൂല എന്നുള്ളത് നമുക്കുള്ളൊരു തിരിച്ചറിവാണ്. നമ്മുടെ മുൻകഴിഞ്ഞവർ ഇവിടെ നിന്ന് ഇല്ലാതായി പോയിട്ടുണ്ട്, നമ്മളും ഇല്ലാതായി പോകും. അങ്ങനെയെങ്കിൽ നമ്മളോട് ഇങ്ങനെ ചോദിക്കണം, ശരിക്ക് ഞാൻ ആരാണ് അല്ലേ? ഞാൻ പിന്നെ സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലുള്ള ചിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിങ്ങനെ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്, വിദൂരതയിലേക്ക് നോക്കുകയാണ്. അയാൾ നോക്കുന്ന സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സമയം അനുവദിച്ച് ആ സമയം അവസാനിക്കാൻ പോവുകയാണെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ഇപ്പോൾ ഇവിടെ 40 വയസ്സുള്ളവരുണ്ടാവും, 50 വയസ്സുള്ളവരുണ്ടാവും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏതു മാസത്തിലാണ്? ഇംഗ്ലീഷ് മാസം സുമർ. ഏത് വർഷത്തിലാണ്? 2024 ഇപ്പം എന്നാ തുടങ്ങിയത് അല്ലേ? എത്ര പെട്ടെന്ന് ഒരു കൊല്ലം കഴിഞ്ഞു. ഇങ്ങനത്തെ 5, 10, 15 കൊല്ലം കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കുള്ള പരമാവധി ആയുസ് കഴിയും. ഈ 2024 കഴിയാൻ എത്ര സമയം എടുത്തുകിടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അതിന് അത്ര സമയം എടുക്കില്ല 2025. അതിനേക്കാളും വേഗത്തിൽ 2026 കഴിയും, അതിനേക്കാളും വേഗത്തിൽ 2027 ഉണ്ടോ എന്നുവെച്ചാൽ ഈ ഓരോ കൊല്ലം കഴിയാന്നപ്പുറത്തേക്ക് ഓരോ ന്യൂ ഇയർ കടന്നു വരില്ല. എനിക്കും നിങ്ങൾക്കും അനുവദിച്ച ആയുസ്സിൻ്റെ ഒരു കൊല്ലാണ് തീരുന്നത് ഉണ്ടോ. നമ്മളിങ്ങനെ ആലോചിക്കും, അയാൾക്ക് 70 വയസ്സിൻ്റെ എത്ര 70 കൊല്ലം ജീവിച്ചു. നമ്മളെ വയസ്സിനോടൊന്ന് ബാക്കിലേക്ക് നോക്കി, ഞാൻ 40 കൊല്ലം കഴിഞ്ഞോ, ഞാൻ 50 കൊല്ലമായോ ജനിച്ച്, 50 കൊല്ലം ഇവിടെ ജീവിച്ചോ, ഇനി എത്ര ഉണ്ടാവുക? ഇനി കുറച്ച് ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഇനി ജീവിച്ചത് അധികം ജീവിച്ചെന്ന് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ളത് അതിൻ്റെ എത്രയോ കുറവാണ് ഉണ്ടോ. ഇനി വേറൊരു പ്രശ്നമുണ്ട്, നമ്മൾ യുവത്വം കഴിഞ്ഞിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു 30 വയസ്സ് 35 വയസ്സൊക്കെ യുവാവിൻ്റെ ഒരു നല്ലൊരു പ്രായമാണ്. ഇത് ഒരു മലൻ്റെ മേലേക്ക് ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ മലൻ്റെ ഏറ്റവും ടോപ്പിലെത്തും. ഇയാളൊക്കെ നിൽക്കുന്നത് പോലെ ഒരു മലൻ്റെ ഏറ്റവും ഉയരത്തിലെത്തിയ പിന്നെ മലൻ്റെ മേലേക്ക് കയറാണ്ടോ? ഇല്ല. പിന്നെ എന്താ ഉള്ളത്? തിരിച്ചിറങ്ങാനുള്ളത്. എന്ന് വെച്ചാൽ യുവാവായി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് മേലേക്ക് കയറാനില്ല ജീവിതത്തിൽ. നമ്മളെ ജീവിതത്തിൽ ഇനി താഴത്തേക്ക് ഇറങ്ങാനാണ്. ഇതുവരെ അസുഖം ഇല്ലാതിരുന്ന് നമുക്ക് ഇനി അസുഖങ്ങൾ വരാൻ തുടങ്ങും. ഇതുവരെ നടക്കാനും ഓടാനും പ്രയാസം ഉണ്ടാവാതിരുന്ന് നമുക്ക് ഇനി എന്ത് ചെയ്യും? അതൊക്കെ വരാൻ തുടങ്ങും. പിന്നെ അപ്പം ആയുസ് കൂടുന്തോറും മനുഷ്യന് എന്ത് ചെയ്യണത്?
അവൻ അവൻ്റെ പഴയ സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കുറച്ചൊക്കെ മറവി വരും, പക്വതയില്ലാത്ത പ്രവർത്തനങ്ങൾ കാട്ടും, പൊടിവാശി തുശീലൊക്കെ ഉണ്ടാവും. ആർക്കുള്ളത്? അതൊക്കെ കുട്ടിയൊക്കെയുള്ളതാണ്. പിന്നെയും പോയാലോ അതിനേക്കാൾ ചെറിയ കുട്ടികൾ ചെയ്യണത് പോലെ നടക്കാനും എടുക്കാനും കൊണ്ടുപോകാൻ ആൾക്കാർ വേണ്ട അവസ്ഥ ഉണ്ടാവും. പിന്നെയും പോയാലോ ചെറിയ കുട്ടികൾ, അതിനേക്കാളും ചെറിയ കുട്ടികൾ ചെയ്യണത് പോലെ മലമൂത്ര വിസർജനം കിടക്കുന്നവിടെ തന്നെ ചെയ്യും. ഉണ്ടോ? യുവത്വം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ കുറേ ആയുസ് കിട്ടിയിട്ടും കാര്യമില്ല, നമ്മൾ കുട്ടിയായിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാണ്? നമ്മൾ ചോദ്യം, ശരിക്കും ഞാൻ എന്തിനാണ് ഇവിടെ ജീവിച്ചത്? ഞാൻ എന്തിനാണ് അവിടെ ജീവിച്ചത്? ആ ഒരു ചോദ്യം കൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങണം. ഇത്രയും കൊല്ലം ഞാൻ ജീവിച്ചതും ഇനി ജീവിക്കേണ്ടത് എന്തിനാണ്? ഞാൻ ആരാണ്? അല്ലേ? അപ്പം അങ്ങനെ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കിങ്ങനെ നമ്മൾ ബാക്കിലേക്കൊന്ന് പോയി നോക്കാം. അല്ലേ? ഈ ഇരിക്കണ എല്ലാവർക്കും, എൻ്റെ ശബ്ദം കേൾക്കണ എല്ലാവർക്കും ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ വളർന്നൊരു കാലഘട്ടം. അല്ലേ? പക്ഷെ ആ കാലഘട്ടത്തിൽ പ്രത്യേകത ഉണ്ട്. അത് നമുക്കാർക്കും ഓർമ്മയില്ലാത്തൊരു കാലഘട്ടമാണ്. നമുക്ക് അങ്ങനെ കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മയും കൂടി ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആർക്കും ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ കിടന്ന അനുഭവങ്ങൾ ഓർമ്മ ഉണ്ടാവും? ആർക്കും ഓർമ്മയില്ല. അപ്പം ഞാൻ അവിടെ ചോദിക്കുകയാണ്, ഇപ്പോൾ റിയാസ്ക്കൊക്കെ എത്ര വയസ്സായി? പെണ്ണുങ്ങളുടെ വയസ്സൊക്കെ പ്രശ്നം, ആണുങ്ങളുടെ വയസ്സ് വയ്ക്കാം. എത്ര വയസ്സായി? 40 കൂട്ടാ അല്ലേ? അപ്പോൾ റിയാസ്ഖാനോട് ചോദിക്കുകയാണ്, 41 കൊല്ലം മുമ്പ്, 40 വയസ്സാണ് ഇപ്പോൾ അയക്കണമെങ്കിൽ, 41 കൊല്ലം മുമ്പ് റിയാസ്ക എവിടെയായിരുന്നു? എന്താ ഉത്തരം? എന്താ ഉത്തരമില്ല? ഉത്തരം അറിയില്ല എന്നാണോ? ചിന്തിച്ചിട്ടില്ല? അങ്ങനെ ആലോചിച്ചിട്ടില്ല? ഞാൻ ചോദിക്കട്ടെ, 40 വയസ്സാണ് നിങ്ങൾക്കെങ്കിൽ 41 കൊല്ലം മുമ്പ് ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ ഉണ്ടായിട്ടുണ്ടാവോ? ഇല്ല. 40 വയസ്സുള്ള ഒരാൾ 40 കൊല്ലവും 9 മാസവും 10 ദിവസം എന്നൊക്കെ പറയുകയാണെങ്കിൽ പരമാവധി ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ തുടങ്ങിയ സമയം എന്ന് പറയാം. ഇനി പറയാണ് 41 കൊല്ലം മുമ്പ് റിയാസ് ഖാനെ സംബന്ധിച്ചിടത്തോളം റിയാസ് ഖാൻ ഉപ്പാൻ്റെ ശരീരത്തിൽ റിയാസ് ഖാൻ ഉണ്ടായിരുന്നു. ശരിയാണോ? അവിടെ ഇല്ല. ഉമ്മാൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടാവോ? അവിടെ ഇല്ല. ഖുർആൻ മനുഷ്യനോട് ചോദിക്കും, ഖുർആനിൽ എന്തുണ്ടെന്ന്. നമ്മൾ മനുഷ്യരെ അന്വേഷിക്കുകയാണ്, മനുഷ്യൻ ആരാ? അപ്പോൾ ഖുർആൻ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഖുർആനിൽ, സൂറത്ത് ഇൻസാൻ. അതിന് വേറൊരു പേരും കൂടി ഉണ്ടല്ലോ, എന്താണ്? സൂറത്തു ദഹർ. ആ സൂറത്തിന് തുടക്കം, ആ സൂറത്തിന് മനുഷ്യൻ എന്ന് പേരുള്ള ആ സൂറത്ത് തുടങ്ങിയ എന്താണ്? ആയതെന്താ? ഹൽ അത്താ അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ. എന്താണ് ചോദ്യം? ഏ മനുഷ്യ, അല്ലേ? ഏ മനുഷ്യ, നിനക്ക് ഓർമ്മയുണ്ടോ നീ ഒന്നുമല്ലാതിരുന്നൊരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലയോ? നീ ഇപ്പോൾ ഒരു 40 വയസ്സാന്ന് നീ പറയുന്നു. എന്നാൽ 41 കൊല്ലം മുമ്പ് പ്രിയപ്പെട്ട മനുഷ്യ, നീ നിന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിലോ ഉപ്പാന്റെ ശരീരത്തിലോ ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലോ ആകാശത്തോ ഭൂമിയിലോ എവിടെയും നിന്നെ ഇല്ല. എന്ന് വെച്ചാൽ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പടച്ചവൻ നിന്നെ സൃഷ്ടിച്ചത്. അതിൻ്റെ ആശയതാണ്, നിനക്കൊന്നില്ലായിരുന്നു. അങ്ങനെ നിന്റെ ഉമ്മാന്റെ ശരീരത്തിൽ അണ്ടവും ഉപ്പാന്റെ ശരീരത്തിലെ ബീജവും ചേർന്ന് ഒരു ഭ്രൂണ രൂപപ്പെട്ടു ഉമ്മാന്റെ ഗർഭാശയത്തിൽ. ഉണ്ടോ? ഇതേപോലെ അന്ന് നിനക്ക് സ്വന്തമായി ഭക്ഷണം നിനക്ക് കഴിയില്ല, നീ അധ്വാനിക്കാൻ നയിക്കാൻ പോകണമെന്നില്ല. പക്ഷേ ആ റബ്ബ് ഉമ്മാന്റെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു കുഴലിലൂടെ നിന്റെ വയറിൽ അവസാനിക്കുന്ന മറ്റൊരു കുഴലിലൂടെ എന്ത് ചെയ്തു? നിനക്ക് മുടങ്ങാതെ ഭക്ഷണം തന്നു. നിനക്ക് ശ്വസിക്കാൻ കഴിയില്ല, നിന്റെ മൂക്കുണ്ടെങ്കിലും ശ്വാസകോശം ഉണ്ടെങ്കിലും നിനക്ക് ശ്വസിക്കാൻ കഴിയില്ല. നിനക്കുള്ള വായു അതിലൂടെ പടച്ചോൻ തന്നു, വെള്ളം തന്നു, ലവണങ്ങൾ തന്നു. നിന്നെ പതിയെ പതിയെ അള്ളാഹു വളർത്തിയെടുത്തു. ആ വളർച്ച കാലഘട്ടം ഞാൻ അവിടെ പറയണില്ല, നമ്മളെ വിഷയം വേറെ ഒന്നായതുകൊണ്ട് അല്ലേ. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഒരു വായുവും വെളിച്ചവും കടക്കാത്ത സുരക്ഷിതമായ സ്ഥലം. എത്ര സുരക്ഷിതമാണ്! 3 അറകൾക്കുള്ളിൽ എന്ന് ഖുർആൻ പറയുന്നുണ്ട് അല്ലേ. 3 അറകളാണ് ഉള്ളതെന്ന് ആധുനിക ശാസ്ത്രവും പറയുന്നുണ്ട്. അത്രയും സുരക്ഷിതമാണ്. അതിലേക്കൊരു വെള്ളം കടക്കൂല, ഒരു മർദ്ദം കടക്കൂല, വായു കടക്കൂല, വെളിച്ചം കടക്കൂല, ഒന്നും കടക്കൂല. അത്രയും സുരക്ഷിതമായ സ്ഥലത്ത് നീ ഒരു മനുഷ്യന്റെ പൂർണ്ണ രൂപം ആകുന്നത് വരെ മനുഷ്യൻ അള്ളാഹു എന്ത് ചെയ്തു? നിന്നെ അവിടെ വളർത്തി വലുതാക്കി. ആ വളർത്തി വലുതാക്കാൻ വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിക്കണോ? നീ സ്കൂളിൽ പോയി പഠിച്ചിക്കണോ? നീ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിക്കണോ? നീ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നിന്നെ അവിടെ നിന്ന് വളർത്തി വലുതാക്കിയത് ആരല്ല? മനുഷ്യ, നീയല്ല. ഇനി ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇങ്ങനെ വളരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത്? ആധുനിക ശാസ്ത്രം പറയുന്നു, മനുഷ്യന്
ഏകദേശം 22 ദിവസം മുതൽ 28 ദിവസത്തിനിടയിലുള്ള ഏകദേശം സമയം. ആ സമയമാകുമ്പോൾ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് ഞാൻ പിന്നെ എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി ആ ഡേറ്റ് തെറ്റിയ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കാൻ പോയി. ഇത് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ യൂട്രസിലേക്കാണ് മെല്ലെ എത്തി തുടങ്ങിക്കണം. 2-ാം മാസം പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഹാർട്ട് ബീറ്റ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ 60 ദിവസത്തിനുള്ളിൽ 2-ാം മാസം എന്ന് പറഞ്ഞാൽ 30-ൻ്റെയും 60-ൻ്റെയും ഇടയിലുള്ള സമയം, ഒരു 40 ദിവസമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നത്, സ്കാനർ വെച്ച് ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ ഡോക്ടറെ നോക്കി സ്കാനിങ് ചെയ്ത് പറഞ്ഞ് പറയാണ് വയറ്റിലുള്ള കുട്ടിക്ക് രൂപമൊന്നും ഉണ്ടായിട്ടില്ല, കയ്യും കാലും തലയൊന്നും വളർന്നിട്ടില്ല. പക്ഷെ അതിന് എന്ത് തുടങ്ങിക്കണ്, മിടിപ്പ് തുടങ്ങിക്കണ്. എന്ന് വെച്ചാൽ മിടിപ്പ് ഏകദേശം 30 ദിവസങ്ങൾ കഴിഞ്ഞ് 60 ദിവസം 2-ാം മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, മിടിപ്പ് തുടങ്ങും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, നമ്മൾ മനസ്സിലാക്കുന്നത് 4-ാം മാസമാകുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു മനുഷ്യനെ രൂപപ്പെടുമ്പോഴാണ് അവനക്ക് ആത്മാവിനെ സന്നിവേശിപ്പിക്കുക. അള്ളാഹു മലക്കുകൾ അയച്ചിട്ട് അവനിലേക്ക് ആത്മാവിനെ റൂഹിനെ അയക്കുന്നതാണ്. ശാസ്ത്രം പറയുന്നു 22, 28, 30 ദിവസം ആകുമ്പോഴേക്ക് ഹാർട്ട് ബീറ്റ് തുടങ്ങുന്നുള്ളു. അപ്പം എന്താണ്, ഖുർആൻ തെറ്റാണോ? റൂഹില്ലാതെ ഹാർട്ട് ബീറ്റ് തുടങ്ങുമോ? ചോദ്യം ക്ലിയർ ആയോ? ആ ചോദ്യത്തിന് അന്തം മുട്ട് ഇങ്ങനെ നിൽക്കണം, എങ്ങോട്ടാ പോകണമെന്ന് പിടുത്തം കിട്ടാതെ. ചോദ്യം ക്ലിയർ ആയോ? ശാസ്ത്രം പറയുന്നു 30 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് എന്ത് ചെയ്യും, ഹാർട്ട് ബീറ്റ് തുടങ്ങുമെന്ന് പറയുന്നു. ഹദീസിൽ വസല്ലം പറയുന്നു 4-ാം മാസത്തിലാണ് നിങ്ങൾ റൂഹ് തരിക എന്ന് പറയുന്നു. അപ്പോൾ റൂഹില്ലാതെ യെസ്. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു പോയിന്റ് ഉണ്ട്. നമ്മളെ ധാരണ ജീവനും റൂഹും ഒന്നാണെന്നാണ്. അവിടെയാണ് നമ്മൾ ഒന്നാമത്തെ ധാരണ തെറ്റണത്. ജീവന് വേറെയാണ്, ആത്മാവ് വേറെയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ ജീവന് വേറെയാണ്, ആത്മാവ് വേറെയാണ്. അത് ശരിക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു സന്ദർഭം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പിന്നെ റിയാസ് ഖാനെ വെച്ച് കൂടെ ഉദാഹരണം പറയാൻ പറ്റുന്നതുകൊണ്ടാണ് റിയാസ് ഖാൻ്റെ പേര് പറഞ്ഞ ഉദാഹരണം പറയണത്. പിന്നെ റിയാസ് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നു അല്ലേ? കിടന്നുറങ്ങിയതിന് ശേഷം പിന്നെ റിയാസ് ഖാ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഞെട്ടി ഉണരുകയാണ്. തൊട്ടടുത്ത് ഭാര്യനെ കാണുന്നില്ല, ടെൻഷൻ അടിച്ചു. തനിച്ചാണ്, ഭാര്യയും തനിച്ചല്ലേ ഉള്ളൂ വീട്ടിലുണ്ടാളും. ടെൻഷനായി, ഭാര്യനെ കാണില്ല. ലൈറ്റ് ഇട്ട് സ്വിച്ച് ഒന്നും ഓൺ ആവണില്ല. ഇപ്പോൾ ആകെ പരിഭ്രാന്തിയായി. വാതിൽ നോക്കുമ്പോൾ തുറന്നെടുക്കുന്നുണ്ട്. ഭാര്യനെ അന്വേഷിച്ച് പോയി. അപ്പോൾ അവിടെ എന്തോ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ ശബ്ദകോലാഹലം കേൾക്കുന്നു. അപ്പോൾ എന്തോ ഒരു ഭീകര സംഭവം സംഭവിച്ചിട്ട് ആളുകളെ കൂടി ഓടുകയാണ്. റിയാസ്കയും അതിൻ്റെ കൂടെ ഓടി. ഓടി രക്ഷപ്പെടാൻ നേരത്തെ ആളുകൾ ആരൊക്കെ വാഹനത്തിൽ കയറുന്നുണ്ട്. വാഹനത്തിൽ റിയാസ്കയും കയറി. പോകുന്ന വഴിയിൽ ആ വാഹനം മറിഞ്ഞു, തെറിച്ച് ഒരു കുഴിയിലേക്ക് വീണു. കുഴിയിൽ നിന്ന് കയറി നോക്കുമ്പോൾ ഏതൊരു ഭീകര ജീവി ആക്രമിക്കാൻ വരികയാണ്. പേടിച്ച് ഓടി കാല് തട്ടി ഒരു കൊക്കയിലേക്ക് വീണു. നേരെ വന്ന് പതിച്ചൊരു പാറമ്മലാണ്. 2 കാലും പൊട്ടി തലയും പൊട്ടി വേദന പോയി ചോര ഒലിച്ച് വേച്ച് നടക്കണമ്പോൾ നേരത്തെ ഓടിയ മൃഗം പിന്നെയും മുന്നിൽ നിൽക്കുകയാണ്. വയ്യാത്ത കാലുമായിക്കൊണ്ട് വീണ്ടും ഓടി. അപ്പോൾ ഓടിയിട്ട് എത്തിപ്പെട്ടത് ഏതോ തീക്കുണ്ടത്തിലാണ്. അപ്പോൾ അവിടുന്ന് പൊള്ളലേട്ട് വീണ്ടും ചീറാൻ തുടങ്ങി. പെട്ടെന്ന് ഉണർന്നപ്പോൾ എന്താണ്, ഭാര്യ തൊട്ടടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. റിയാസ്ക്ക് ആകെ വിയർത്തുക്കണ്. സത്യത്തിൽ റിയാസ്ക്ക് അവിടെ നിന്ന് എണീച്ച് ഓടിക്കണോ? പുറമേ കാണുന്ന രീതിയിൽ ഒച്ചിട്ട് കരഞ്ഞിക്കണോ? ഇല്ല. അങ്ങനെ കരഞ്ഞിരുന്നെങ്കിൽ ആദ്യം ആരുണരും? കൂടെ കിടക്കുന്ന ഭാര്യ ഉണരും. അതിനർത്ഥം കൂടെ കിടക്കുന്ന ഒരാൾ ഉണരുന്ന രീതിയിൽ പോലും ഒരു അനക്കം സംഭവിച്ചിട്ടില്ല. പക്ഷെ അത്രയും നേരം റിയാസ്ക്ക് പേടിച്ചിക്കണ്, കരഞ്ഞിക്കണ്, വേദന അനുഭവിച്ചിക്കണ്. ഇതാരാ? ഒരു പക്ഷേ ഇത് ആത്മാവാകാം. സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ മണിക്കൂറോളം സംഭവിക്കുന്ന കാര്യം കാണുന്നത് സെക്കൻഡുകൾ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. മണിക്കൂറോളം നമ്മൾ കാണുന്ന സ്വപ്നം ഉണ്ടല്ലോ, അത് സെക്കൻഡുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ ഒരു പക്ഷെ പടച്ച റബ്ബിന് നമ്മളെ ശിക്ഷിക്കാനും നമ്മളെ പേടി അനുഭവിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കരയിപ്പിക്കാനൊന്നും നമ്മുടെ ശരീരമാണെന്നുള്ളത് എന്തല്ല ഒരാവശ്യം നമ്മൾ കൃത്യമായി മനസ്സിലാവും. രണ്ടാമത്തെ ഒരു കാര്യം, ഇനി ഇതേ റിയാസ് കിടന്നുറങ്ങുകയാണ്. ഭാര്യ തൊട്ടടുത്ത് ഡ്രസ്സ് മടക്കി വെക്കുന്നുണ്ടാവും. ആരോടെങ്കിലും ചിലപ്പോൾ വീട്ടിൽ നിന്ന് ആരെയും വിളിച്ചപ്പോൾ ഫോൺ ചെയ്യുന്നുണ്ടാവും. പാത്രം എടുത്ത് വെക്കുന്നുണ്ടാവും, ഡ്രസ്സ്. ഇതൊന്നും റിയാസ്ക്ക് കാണുന്നില്ല, കേൾക്കുന്നില്ല. കാരണം എന്താ? റിയാസ്ക്ക് ഉറങ്ങുകയാണ്. പക്ഷെ റിയാസ്ക്കൊക്കെ എന്തുണ്ട്?
ജീവനുണ്ട്, കാരണം ശ്വാസം നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്തില്ല? ഉറങ്ങുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവിനെ അള്ളാഹു എടുക്കുമെന്ന. ഉണരുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? മനുഷ്യൻ്റെ ആത്മാവിനെ തിരിച്ചു കൊടുക്കും. സൂറത്ത് സുമറിൻ്റെ ഒരു ആയത്താണത്, കണ്ടോ? അപ്പൊ ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഞാനാണ്. നമ്മളെ ശരീരങ്ങൾ ചലിക്കുന്നത് ജീവനുമായിട്ടാണ്. അതുകൊണ്ടാണ് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞത്, ആ ഹാർട്ട് ബീറ്റ് നിന്നിക്കണ്, ജീവൻ പോയി. പക്ഷെ ആത്മാവ് മരിച്ചിട്ടില്ല, ശരീരമാണ് മരിച്ചത്. ആത്മാവ് മരിക്കണില്ല. നമ്മൾ ഭൂമിയിൽ ഏതോ ഒരു മനുഷ്യനായി ഇവിടെ ജീവിക്കും, അല്ലേ? കുട്ടിയായി ജനിച്ചു വലിയ ആളായിട്ട് കുറേ കാലം ഇവിടെ ജീവിക്കും. ഇവിടെ ജീവിക്കുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യാണ്? ഇതിൻ്റെ അവസാനത്തിൽ നമ്മളെ ജീവൻ ഇല്ലാതാവും. എന്ന് വെച്ചാൽ ഇവിടെ ജീവിക്കാനുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശരീരത്തിൻ്റെ ആവശ്യമില്ല. ആ ശരീരത്തെ എന്ത് ചെയ്യും? നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബർ കൊണ്ടുപോയി വെക്കും. ഖബർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് സംഭവിക്കുക, കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ അങ്ങനെ ഒരു ശരീരം തന്നെ ലോകത്തില്ല. സത്യത്തിൽ ആത്മാവ് മരിച്ചിക്കണോ? റൂഹ് മരിച്ചിക്കണോ? റൂഹ് മരിച്ചിട്ടില്ല. അള്ളാഹ് എന്താ ചെയ്തതെന്ന് അറിയോ? ഇവിടുത്തെ ഡെഡ് ലൈൻ റിയാസ്താക്ക് അള്ളവർ തന്നൊരു സമയം ഉണ്ടായിരുന്നു, അനുവദിച്ച സമയം. ആ അനുവദിച്ച സമയം കഴിഞ്ഞപ്പോൾ അള്ളാഹ് എന്താക്കി? 4-ാം മാസത്തിൽ പറഞ്ഞയച്ച റൂഹില്ലേ, കഴിഞ്ഞിട്ടോ, റൂഹിനെ അള്ളാണ്ട് കൊണ്ടുപോയി. പിന്നെ ആരാവശ്യമില്ല, ശരീരത്തെ അവിടെ നശിപ്പിച്ചു. റൂഹ് മരിച്ചിട്ടില്ല. റിയാസ്കന്റെ ഉള്ളിലുള്ള ഒരു റൂഹുണ്ട്, ഒരു ആത്മാവുണ്ട്. റിയാസ്ക പുറത്ത് ഇങ്ങനെ എന്ത് പ്രവർത്തിക്കണമെങ്കിലും ഉള്ളിൽ ചിന്തിക്കുന്ന റൂഹുണ്ട്. റിയാസ്കനെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ റിയാസ്ഖാന്റെ ഉള്ളിൽ രഹസ്യങ്ങൾ സൂക്ഷിച്ച റൂഹുണ്ട്, ഒരു ആത്മാവുണ്ട്, കണ്ടോ? റിയാസ്ഖാക്ക് ജന്മം നൽകിയ ഉപ്പാക്കും മാക്കും പോലും മനസ്സിലാക്കാത്ത റിയാസ്ഖാന്റെ ഉള്ളിലുള്ള റൂഹുണ്ട്. അതാണ് നമ്മുടെ ആത്മാവ്. അതിന് ആർക്കും എന്ത് ചെയ്യില്ല. അവൻ ആ ആത്മാവാണ് ശരി ചെയ്യണോ തെറ്റ് ചെയ്യണോ എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്ന ആള്. ആ ആളെന്ത് ചെയ്യും? അള്ളാഹു ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. എങ്ങോട്ട്? ബർസഖിയായ ലോകത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ ഖിയാമെന്നുള്ള എവിടെ താമസിക്കുന്നത്? ബർസഖിയായ ലോകത്താണ്. പിന്നെ അവരെങ്ങോട്ട് കൊണ്ടുവരും? ഈ ലോകാവസാനത്തിന് ശേഷം മഹ്ശറയിലേക്ക് കൊണ്ടുവരും. ചുരുക്കി പറഞ്ഞാൽ ആർക്കും മരണമില്ല, റൂഹിന് മരണമില്ല. മരണം ആർക്കാണ്? നമ്മുടെ ശരീരത്തിനാണ്. ജീവനാണ് ഇല്ലാതാവണുള്ളൂ, റൂഹ് എന്ത് ചെയ്യണില്ല? ഇല്ലാതാവണില്ല, കണ്ടോ? അങ്ങനെ അതിനുശേഷം ഒരു അള്ളാഹുവിൻ്റെ ഒരു ലോകം വരാണ്ട് അവിടേക്ക് ആരെ കൊണ്ടുവരും? അപ്പൊ ഇതാണ് യഥാർത്ഥ ലോകം. ഈ ലോകത്തിന്റെ പുറത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഇതിന്റെ പ്രത്യേകത എന്താണ്? മരണം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും അലമ്പൊലിച്ച ആൾക്കാർ പറയും മരിച്ചു പോകേണ്ടിട്ടോ എന്ന് പറയും. പരലോകത്ത് നമ്മൾ എന്തെങ്കിലും ശിക്ഷ നമുക്ക് പറയോ? അനുഭവിച്ചോ, മരിച്ചു പോവാള പറയോ? അവിടെ മരണമില്ല എന്നുള്ളതാണ്. ആ മരണമില്ലാത്ത ഒരു ലോകത്ത് അള്ളാഹു നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അള്ളാഹ് ഇയാളെ സ്വർഗത്ത് കാക്കണോ നരകത്ത് കാക്കണോ? അപ്പം അള്ളാഹ് എന്ത് ചെയ്തു? നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു, നമുക്ക് ജീവിക്കാനുള്ള ഒരു ശരീരം തന്നു, ഒരു വാഹനം തന്നു. എന്നിട്ട് അവിടുന്ന് കുറച്ചൊന്ന് ജീവിച്ച് കാണിക്കും. എൻ്റെ ജീവിതം എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? സ്വർഗം തരാം. അതല്ല, അവിടുന്ന് ഞാൻ തന്ന സൗകര്യമൊക്കെ അവിടുത്തെ ഇന്ന മറന്നിട്ട് തോന്നിയ പോലെ ജീവിക്കുകയാണെങ്കിലോ ഇവിടേക്ക് നരകമുണ്ട് കേട്ടോ. അപ്പം നരകത്തേക്ക് നമ്മൾ പ്രവേശിപ്പിക്കണം, സ്വർഗത്തേക്ക് പ്രവേശിക്കണം തീരുമാനിക്കാൻ വേണ്ടി ടെസ്റ്റിന് അയച്ച ആൾക്കാരാണ് നമ്മളെല്ലാവരും. മരുന്ന് കമ്പനികൾ മരുന്ന് കണ്ടുപിടിച്ചാൽ എലീനെയും മുയലിനെയും പൂച്ചനെയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇടും. എന്തിനാണ്? ആ മരുന്ന് ഇനി കൊടുക്കണോ കൊടുക്കണ്ടെന്ന് തീരുമാനിക്കാൻ, അല്ലേ? അതേപോലെ സ്വർഗം തരണം നരകം തരണം എന്ന് അള്ളാഹ് ആലോചിക്കുകയാണ്. എന്തിന്? നമ്മളങ്ങോട്ട് പറഞ്ഞയച്ചിട്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പരീക്ഷണത്തിലാണ്. എന്താണ്? അല്ലദീ ഖലക്കൽ മൗത, മരണവും വൽ ഹയാത്ത, ജീവിതവും എന്താണ്? ലിയബ്ലുവക്കും, എനിക്ക് നിങ്ങളെ പരീക്ഷിക്കാനാണ്. അയ്യക്കും. ഇപ്പം ആയത്തിൻ്റെ അർത്ഥം ഒന്നുള്ളിലേക്ക് ഒന്നും കൂടി കയറി ഉണ്ടാവും. നമ്മൾ എന്നും കേൾക്കുന്ന തവാറൊക്കെ സൂറത്തിലെ ആയത്താണ്. ഇപ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. അല്ലേ? പിന്നെ ചോദ്യം ഇതാണ്. ഇവിടെ നിന്ന് എൻ്റെ ക്ലാസ്സിന് ഇന്ന് കേൾക്കാൻ വന്ന എല്ലാവരും, പിന്നെ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് എന്നല്ല, ഈ ക്ലാസ്സിലേക്ക് നമ്മൾ പങ്കെടുക്കാൻ വന്നവരൊക്കെ നമ്മളൊരു വിശ്വാസികളായതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ക്ലാസ് കേൾക്കാൻ വന്നിട്ടുള്ളത്? ഒത്തിരി പറയാം. അറിവ് നേടാൻ. പിന്നെ എല്ലാവരും അറിവ് നേടാൻ, എല്ലാവർക്കും ഒറ്റ ഉദ്ദേശം അറിവ് നേടാൻ മാത്രമേ ഉള്ളൂ? ഒന്ന് തുറന്ന് പറഞ്ഞു നോക്കി, നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഇവിടെ വന്നിരിക്കുന്നതിൽ ഉദ്ദേശം എന്താ? അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം നേടിയെടുക്കുക, അതിലൂടെ സ്വർഗം നേടിയെടുക്കുക, അല്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പാരത്രികമായ ലോകത്ത്, പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ആർക്കാണ്? ഈ ദുനിയാവിൽ ജീവിച്ച എല്ലാവരും സ്വർഗത്ത് പോവോ?
പോവോ? ഇല്ല. നല്ല പ്രവൃത്തി ചെയ്ത് എല്ലാവരും സ്വർഗത്ത് പോവോ? ഇസ്ലാമിക വിശ്വാസപ്രകാരം ഇല്ല. ആരെ പോവുള്ളൂ? മുസ്ലിമായ ആളെ പോവുള്ളൂ. ഇല്ലേ? നമ്മളെങ്ങനെ മനസ്സിലാക്കിയത്? ദുനിയാവിൽ ജീവിച്ച നല്ല ചെയ്തെല്ലാവരും സ്വർഗത്ത് പോവില്ല. ഇസ്ലാമിക വീക്ഷണപ്രകാരം അവരെന്ത് ചെയ്യണം? മുസ്ലിമായി മരണപ്പെട്ട് ജീവിച്ച ആൾക്കാർക്ക് മാത്രമേ പോവുള്ളൂ. ശരിയല്ലേ? യെസ്. ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങളൊരു മുസ്ലിം ആണോ? ഈ ചോദ്യം കൊണ്ട് ചിലപ്പോൾ ആരും ചോദിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഉദ്ദേശം ഉണ്ടാവും, അല്ലേ? ചോദ്യം വളരെ ലഘുവാണ്. നിങ്ങളൊരു മുസ്ലിം ആണോ? എന്തെങ്കിലും ഉത്തരം പറയാം. ഉത്തരം പറയാം. ആണ്. അതേ ആണ് എന്നല്ലാതെ ഉത്തരം ഇതിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. ഞാൻ എന്നാലും ചോദിക്കുകയാണ് ഉണ്ടോ എന്നുള്ളത്. കാരണം ഈ ചോദ്യം ഞാൻ വീണ്ടും പറയുകയാണ്. ഞാൻ ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു, ഷഹാദത്തിന് പ്രാധാന്യം വലിയ ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. രണ്ടാമത് ഞാൻ പറയുകയാണ്, ഈ ചോദ്യം ഞാൻ ഒന്നും കൂടി ചോദിക്കും. ഓക്കെ, എന്നേക്കാളും മുതിർന്ന എനിക്കെത്ര പ്രായമുണ്ടോ ആ പ്രായം മുതൽ ഖുർആൻ ക്ലാസ് കേൾക്കുന്ന ആൾക്കാർ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ചോദ്യം എന്താണ്? നിങ്ങളൊരു മുസ്ലിം ആണോ എന്നുള്ള. അങ്ങനെ നിങ്ങൾ ആണ് നിന്നോട് ഉത്തരം പറഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ഒരു മുസ്ലിമായി? നിങ്ങൾ എങ്ങനെ മുസ്ലിമായത്? മുസ്ലിമാണെന്ന് പറഞ്ഞല്ലോ, എങ്ങനെ മുസ്ലിമായി? മാതാപിതാക്കൾ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമായി. ഇതല്ലാതെ ഉത്തരം ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കണേൽ എനിക്കൊരു ഉദ്ദേശം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നല്ലവണ്ണം ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. ആരും പ്രയാസപ്പെടാം. ചോദ്യം വളരെ പ്രസക്തമാണ്. ഇമ്മാതിരി ചോദ്യം ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരൂലേ എന്നൊന്നും വിചാരിക്കണ്ട. ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി ആണോ? അങ്ങനെ മുസ്ലിമായത്? അത് ചോദിക്കണത് നിങ്ങൾ അങ്ങനെ ആണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം, ഉപ്പയും മുസ്ലിം അല്ലാതെ മുസ്ലിം ആയതാണ്. ഷഹാദത്ത് കലിമ ചൊല്ലിക്കണ് എപ്പോ? എന്നാ ചൊല്ലിയത്? ഏത് പ്രായത്തിലാണ്? അറിയില്ല. ഈ കൂടെ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആയരാ? ചോദ്യം ക്ലിയർ. ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ നല്ല ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങൾ എങ്ങനെ മുസ്ലിം ആണെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എങ്ങനെ മുസ്ലിമായി? അല്ലേ? ചില ആളുകൾ മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം നമ്മളൊരു ഓഫീസിൽ പോവാണ്, ഒരാളുടെ പേര് അസ്സലാമു അലൈക്കും, എന്താ പേര്? മുഹമ്മദ്. അപ്പം നമ്മൾ മനസ്സിലാക്കി മുസ്ലിമാണ്. ചില ആൾക്കാർ നമ്മളെ കൗമാന്ന് പറയും, അല്ലേ? ഞാൻ പറഞ്ഞാൽ ശരിയല്ല. അങ്ങനെ കുറച്ച് ചിന്തിക്കണവരില്ലേ? യെസ്. പേര് കൊണ്ട് ഒരാൾ മുസ്ലിം ആവുമോ? പേരുകൊണ്ട് മുസ്ലിം ആവോ? എൻ്റെ സ്കൂളിൽ ഒരു അധ്യാപകൻ അബ്ദുൽ നാസർ എന്നാണ് പേര്. വലിയ യുക്തിവാദിയാണ്. എന്നുവെച്ചാൽ അള്ള ഇല്ല എന്ന് പറഞ്ഞ ആളാണെന്ന് അർത്ഥം. മുസ്ലിമാണോ? നിരീശ്വരവാദിയാണ്. ഈശ്വരൻ ഇല്ല എന്ന് വാദിക്കുന്ന ആളാണ്. അബ്ദുള്ള എന്നുള്ള പേരിൻ്റെ അർത്ഥം എത്രക്ക് ഇതിലറിയാം? അബ്ദുള്ള എന്നുള്ള പേരിൻ്റെ അർത്ഥം എത്രക്ക് ഇതിലറിയാം? എന്താ പേരെന്താ? അള്ളാഹുവിൻ്റെ അടിമ. എത്ര മനോഹരമായ പേരാണ്. പക്ഷെ ആ പേരായിരുന്നു ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കണ മുമ്പ് മരണപ്പെട്ട റസൂലുള്ളാഹിന്റെ ഉപ്പാന്റെ പേരാണത്. അപ്പം എങ്ങനെ ശരിയാവുക? റസൂലുള്ള വന്നിട്ടല്ലേ വരുമ്പോൾ അവിടെ മുസ്ലിങ്ങളുണ്ടോ? നമ്മളെ വിശ്വാസപ്രകാരം അവിടുത്തെ ആൾ മുസ്ലിങ്ങളാണോ? അറേബ്യ നാട്ടിലുള്ള അറബി പേര് വെച്ച് മുസ്ലിങ്ങളാണോ? അല്ല. റസൂലുള്ള നബി ആയതിനു ശേഷമാണ് യഥാർത്ഥ ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുന്നത്. അതിനുശേഷം ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച മുസ്ലിമായ ആൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്, അല്ലേ? ആണെങ്കിൽ പുരുഷന്മാരിൽ വെച്ചിട്ട്, അല്ലേ? അപ്പോൾ ആരല്ല? നബിയുടെ ഉപ്പ അബ്ദുള്ള മുസ്ലിം ആണോ? നിങ്ങൾ ഒന്ന് ഉറപ്പിച്ച് പറയും. നിങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഇതിന് സംശയം തീരുന്ന ഞാൻ ചോദ്യം ചോദിക്കാം. ഖുർആൻ ആരിലേക്ക് ഇറങ്ങിയ ഗ്രന്ഥാണ്? ഖുർആൻ ആർക്ക് വേണ്ടി ഇറങ്ങിയ ഗ്രന്ഥാണ്? ആരിലേക്ക് ഇറങ്ങിയത്? ആരിലേക്കാണ് ഖുർആൻ ഇറങ്ങിയത്? മുഹമ്മദ് സുബ്ഹാനഹു വിട്ടോളി. ആരിലേക്കാണ് ഇറങ്ങിയത്? മുസ്ലിം. ഞാൻ പറഞ്ഞത് ഖുർആൻ മുസ്ലിങ്ങളിലേക്ക് ഇറങ്ങിയ ഗ്രന്ഥമാണ്. മുസ്ലിം സമൂഹത്തിലേക്ക് ഇറങ്ങിയ ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ മുസ്ലിങ്ങളിലേക്ക് ഇറങ്ങിയ ഗ്രന്ഥമല്ല. കാരണം ഖുർആൻ ഇറങ്ങുന്നത് തന്നെ നബിയെ മുസ്ലിം ആക്കിയിട്ടാണ്. ഖുർആൻ ഇറങ്ങുമ്പോൾ അപ്പോൾ എന്താ അതിനർത്ഥം? എന്താണ്? ഖുർആൻ ഇറങ്ങുമ്പോൾ ഒരു മുസ്ലിമും ഇല്ല എന്നർത്ഥം. നബി തന്നെ ഖുർആൻ ഇറങ്ങിയിട്ടാണ് മുസ്ലിം ആവണത്, അല്ലേ? ജിബ്രീൽ വന്നിട്ട് ചൊല്ലി കൊടുക്കുമ്പോഴല്ലേ നുബുവത്ത് വൈമാറണുള്ളൂ. അപ്പം അതിനർത്ഥം എന്താണ്? ഖുർആൻ മുസ്ലിങ്ങൾക്ക് ഇറങ്ങിയ ഗ്രന്ഥമല്ല, ഖുർആൻ മനുഷ്യരിലേക്ക് ഇറങ്ങിയ ഗ്രന്ഥമാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല? അപ്പൊ ഖുർആൻ ഇറങ്ങുമ്പോൾ ശരിക്കും അവിടെ ആരില്ല? മുസ്ലിങ്ങളില്ല. ഖുർആനെ സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ. ഇന്നും അതന്നെയാണ്. ഖുർആനിനെ ആര് സ്വീകരിക്കുന്നോ ഓ മുസ്ലിമാണ്. ഖുർആൻ ഇറങ്ങിയത് മുസ്ലിംക്ക് വേണ്ടിയിട്ടല്ല. ഖുർആൻ എന്താണ്? ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ്.
അത് വിശ്വസ ആളുകൾ ഖുർആൻ ഇബ്രാഹിം നബി മില്ലത്ത് അനുസരിച്ച് ജീവിച്ച ആളുകൾ അന്ന് അറബിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർ എന്തല്ല പിന്നെ പൂർണ്ണമായിട്ട് മുസ്ലിങ്ങളല്ല. കാരണം അള്ളാഹുവിൻ അത് നമ്മൾ പിന്നെ ഇതിൻ്റെ ഷാദൻ്റെ വാക്കിൽ പറയും കേട്ടോ, റുബൂബിയത്ത് ഉലൂഹിയത്ത് പറയുമ്പോൾ പറയും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, കാരണം അവർ ബിംബങ്ങളെ ആരാധിച്ചിരുന്നു. കഅബയിൽ വെച്ചിട്ട് ലാത്ത ഉസ്സ മനാത്തെ പോലെയുള്ള മരണപ്പെട്ടു പോയ ആളുകളെയും കല്ലുകളെയും ആരാധിച്ചിരുന്നു. അപ്പം അത് എന്തല്ല, ഇബ്രാഹിം നബിയിൽ വിശ്വസിച്ച ആളുകളാണെങ്കിൽ പോലും അവർ യഥാർത്ഥ മുസ്ലിങ്ങളാണോ? അല്ല. അപ്പം നമുക്ക് ആ വിഷയം ഇതിൽ വരുന്നത് അപ്പോൾ പറയാം. ഇപ്പോൾ ഞാൻ രണ്ടുപേരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ അവിടെ ആരില്ല ശരിക്ക് ഇസ്ലാം പറയുന്ന രീതിയിൽ കൃത്യമായ മുസ്ലിം. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയുള്ള ആളുകൾ അബ്ദുള്ള, ആമിന, എത്ര മനോഹരമായ പേര് ആമിന, നിർഭയത്വമുള്ളവൾ അല്ലേ പേര്. പക്ഷേ എന്തല്ല, പേര് കൊണ്ട് ഒരാൾ ആരാവില്ല മുസ്ലിം. അബൂ ത്വാലിബ് എന്ന് പോട്ടെ, മുസ്ലിം ആണ് എന്നുണ്ടെങ്കിൽ, ഇനി അവർ മുസ്ലിം ആയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം ഉണ്ടല്ലോ, ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പക്ഷേ അത്രയും കാവൽ നിന്ന, അത്രയും ധൈര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത് വേറെ ആളുണ്ടാവില്ല. എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് ഒറ്റപ്പെടുത്തിയപ്പോൾ മുഹമ്മദിന് ഒരാൾ തൊട്ട് പോകരുതെന്ന് പറഞ്ഞ ആളാണ് അബൂ ത്വാലിബ്. നിന്റെ സമ്പത്ത് മുഴുവൻ ദീനി പ്രവർത്തനത്തിനെടുത്തോ എന്ന് പറഞ്ഞ ആളാണ് അബൂ ത്വാലിബ്. മരണം വരെ അവസാന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിപ്പിച്ചു കൊടുത്ത ആള്, കച്ചവടത്തിന് അവസ്ഥ ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെ എല്ലാ സമയത്തും താങ്ങും തണലുമായ ആളാണ് ആര്? അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് പറഞ്ഞു, മുത്താപ്പ നിങ്ങൾ ഇക്കൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സ്വർഗത്ത് പോകാൻ പറ്റൂല കേട്ടോ. നിങ്ങളെ പേര് അറബി പേരാണ്, നിങ്ങൾ ഈ ദീനിന് വേണ്ടി ഇന്നെ പലതിനും സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളോട് ഭാഷ പറഞ്ഞാൽ പല ആൾക്കാരും സാമൂഹ്യ കാരുണ്യ പ്രവർത്തനത്തിലൊക്കെ സഹകരിക്കും. പക്ഷേ എന്താവണം, മരിക്കുന്ന സമയത്ത് അയാൾ വിശ്വാസിയായി കൊണ്ട് മരിക്കണം. എന്ന് വെച്ചാൽ ബഹുസ്വലം പറയൂ, നിങ്ങളൊന്ന് ഷഹാദത്ത് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് മരിക്കും. പറഞ്ഞു, മുഹമ്മദേ ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് ഞാൻ മരിച്ച ആൾക്കാർ പറയില്ലേ അബൂ ത്വാലിബ് അവസാനം മുസ്ലിമായി മരിച്ചു എന്ന് പറയില്ലേ, ആ ചീത്തപ്പേര് കേൾക്കാൻ വയ്യ. അപ്പം അള്ളാഹ് ആയത്തിറക്കി, നബിയേ റസൂലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ഇഷ്ടപ്പെടുന്നവരൊക്കെ മുസ്ലിം ആക്കാം എന്നാണോ നീ വിചാരിക്കണത്? ഉണ്ടോ? അപ്പം എന്ത് മനസ്സിലായി? പേര് അറബി പേരായതുകൊണ്ടോ മുസ്ലിം പേരായതുകൊണ്ടോ ഇസ്ലാമിന് വേണ്ടി കുറേ സഹായം ചെയ്ത് വിചാരിച്ചുകൊണ്ടോ അവരാരാവില്ല മുസ്ലിം ആവില്ല അല്ലേ. രണ്ടാമത്തത്, നിങ്ങളിൽ ചില ആൾക്കാർ പറഞ്ഞു എൻ്റെ ഉപ്പ മുസ്ലിമാണ് എന്ന്, അതുകൊണ്ടാണെന്ന് അല്ലേ. ഉപ്പാൻ്റെ മതം നമ്മളൊരു നിലക്കും എന്ത് ചെയ്യില്ല, ബാധിക്കൂല. കാരണം നൂഹി നബി എന്ന് പറയുന്ന ഉപ്പ മുസ്ലിമായിരുന്നു, പക്ഷെ നൂഹി നബീൻ്റെ മകനെ അള്ളാഹ് മുസ്ലിമായി കൂട്ടിയിട്ടില്ല. ശ്രദ്ധിക്കണേ, ഉപ്പ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമാക്കുന്ന ഏർപ്പാട് റേഷൻ കാർഡിലുണ്ടാവും, വോട്ടർ പട്ടികയിലുണ്ടാവും, അള്ളാഹിൻ്റെ പട്ടികയിലില്ല. വാപ്പ മുസ്ലിം എന്ന് തോന്നുന്നുണ്ടോ ഒരാളെ ഉപ്പ മുസ്ലിം ആയതുകൊണ്ട് മോൻ ഓട്ടോമാറ്റിക് മുസ്ലിമാണെന്നുള്ളത്? അത് തെറ്റാണ്. ഉമ്മ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം ആവുമോ? അപ്പോൾ നിങ്ങൾ നോക്കൂ, പിന്നെ ഒരു പക്ഷേ ആസിയ റളിയല്ലാഹു മകനുണ്ടോയെന്ന് എനിക്കറിയില്ല, ചരിത്രത്തിൽ അറിയില്ല, അല്ലാഹു അലം. ഫിറൗന്റെ ഭാര്യ വിശ്വാസിനിയായിരുന്നു, പക്ഷെ അവരെ ബാക്കി തലമുറ നമ്മൾ കേട്ടിട്ടില്ല. ഇനി ഭാര്യ ആസിയ ബിയു ലൂത്ത് നബിൻ്റെയും നൂഹ് നബിൻ്റെയും ഭാര്യയാണ്, പ്രവാചകന്മാരെ ഭാര്യമാരാണ്, പക്ഷെ മുസ്ലിം ആയിരുന്നോ? അല്ല അല്ലേ. ഭർത്താവിൻ്റെ വിശ്വാസം നമ്മളെ സ്വാധീനിക്കും. കാരണം ഫിർഔൻ എന്ന് പറഞ്ഞ ക്രൂരനാണ്, പക്ഷേ അയാൾ മുസ്ലിം അല്ല, പക്ഷെ ഭാര്യ ആരാണ്? ചുരുക്കി പറഞ്ഞ് എന്ത് മനസ്സിലാക്കാം, എൻ്റെ വാപ്പ എമ്മ ഭാര്യ ഭർത്താവ് മോനൊന്നും അല്ലേ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം മോൻ മുസ്ലിമാണ്, പക്ഷേ ആസർ പിതാവ് ആരല്ല, മുസ്ലിമല്ല. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വാപ്പ മുസ്ലിമാണ്, ഉമ്മ മുസ്ലിമാണ്, എളാപ്പ മുസ്ലിമാണ്, മക്കൾ മുസ്ലിമാന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരണ്ട, ഇൻ്റെ അടുത്തേക്ക് വരണ്ട. അതൊക്കെ ദുനിയാവിലെ കാര്യമാണ് ഉണ്ടോ. അതാണ് അള്ളാഹുവിൻ്റെ. ഞാൻ മുസ്ലിം ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ തന്നെ മുസ്ലിം ആവണം. എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി അടുത്തത്, ജന്മം കൊണ്ട് നമ്മൾ ആരും വിചാരിക്കണ്ട ഞാൻ മുസ്ലിം ആവും. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ഒപ്പ എനിക്ക് മുസ്ലിം പേരിട്ടു, എന്നെ മദർസയെ കൊണ്ടേ പഠിപ്പിച്ച്. അതെങ്ങനെ ശരിയാകും? നിങ്ങൾ തൊട്ട അയൽവാസി, നിങ്ങൾ അതേ പ്രായത്തിലുള്ള ഒരു ഹൈന്ദവ സഹോദരനായ പിന്നെ രാജനിക്കും ഹൈന്ദവ സഹോദരിയായ രജനിക്കും ജനിച്ച പിന്നെ രാഹുൽ എന്ന് പറയുന്ന നിങ്ങൾ അതേ വയസ്സുള്ള ഒരാൾ, ഒരു കുട്ടി, അവന് ഹൈന്ദവ സഹോദരിയുടെ സഹോദരൻ്റെ മകനായി ജനിച്ചത് കൊണ്ട് അവൻ ഹിന്ദു ആവുന്നു. നിങ്ങൾ മുസ്ലിം ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മകനായി ജനിച്ചുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആവുന്നു. അപ്പം അള്ളാഹു അവനോട് അനീതി കാണിച്ചില്ലേ? നിങ്ങൾക്ക് മുസ്ലിം ആവാൻ ചാൻസ് തന്ന് അവനക്ക് മുസ്ലിം ആവാൻ ചാൻസ് കൊടുക്കാതിരുന്നില്ലേ? അപ്പം അള്ളാഹ് അനീതി കാണിക്കുന്ന ആളല്ലേ? നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ അള്ളാഹ് അനീതി കാണിക്കുന്നുള്ളത്? നിങ്ങൾക്ക് പിടുത്തം കിട്ടണി എൻ്റെ ക്ലാസ് എങ്ങോട്ടാ പോകണമെന്നുള്ളത് അല്ലേ? ചോദ്യം ഞാൻ ചോദ്യങ്ങൾ മറുപടി പറഞ്ഞാൽ മതി.
ഞാൻ ചോദിച്ചു വന്ന് ക്ലിയർ അല്ലേ? അങ്ങനെ അവരോടുള്ള അനീതി കാണിച്ചില്ലേ? ഞാൻ മുസ്ലിമായി ഉപ്പാനും ഉമ്മാനും മകനായി ജനിച്ച് മദർസയിലൊക്കെ പഠിച്ച് മുസ്ലിമാവും ഞാൻ എന്ത് ഗുണമാണ് ജനിക്കണപ്പോൾ അള്ളാഹ്ക്ക് ചെയ്തത്? ഞാൻ എന്തെങ്കിലും ഗുണം അള്ളാഹ്ക്ക് ചെയ്തിക്കണോ? നമ്മൾ ചെയ്തിക്കണോ? നിങ്ങൾ ഉണ്ടെങ്കില്ല ഞങ്ങൾ ഇല്ലാന്ന് അറിയാം. നിങ്ങൾ അന്തം ഇങ്ങനെയൊക്കെയല്ലേ? ചോദ്യങ്ങൾ ക്ലിയർ അല്ലെങ്കിൽ പറയണം. ചെയ്തിക്കണോ? ഇല്ല. ഇത് വളരെ ഇപ്പോൾ നമ്മൾ പോണ പ്രാധാന്യത്തിലേക്ക് പോവുകയാണ്. ഇതിന് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയേണ്ട സാധനമല്ല. അതിലേക്ക് ഞാൻ വരുന്നത്. ചോദ്യം ഇതാണ്, ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾ മുസ്ലിമായി ജനിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പഠിച്ചോണ്ട് ചെയ്തു കൊടുത്തുക്കണോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് അള്ളാഹ് നിങ്ങളെ മുസ്ലിമാക്കി ജനിപ്പിച്ചത്? ചുരുക്കി പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? അള്ളാഹ് നിങ്ങളെ മുസ്ലിമാക്കി ജനിപ്പിച്ചിട്ടില്ല. നമ്മളാരെയും അള്ളാഹ് മുസ്ലിമാക്കി ജനിപ്പിച്ചിട്ടില്ല. അള്ളാഹ് നമ്മളെ ജനിപ്പിച്ചിട്ടേ ഉള്ളൂ, മുസ്ലിമായി ജനിപ്പിച്ചിട്ടില്ല. കാരണം ആ മുസ്ലിമിനും അതേ അവസരമല്ലേ? അപ്പോൾ എന്താണ് ശരിക്ക് നമ്മൾ എങ്ങനെ മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. നമ്മൾ ജനിച്ച്, ശ്രദ്ധിക്കണേ, നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മളെ ജീവിതത്തിനിടയിൽ പല നിലക്ക് അള്ളാഹനെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ അള്ളാഹ് നൽകും. അത് നമുക്ക് മദർസ പഠനത്തിലൂടെ കിട്ടും, ആ മുസ്ലിം സഹോദരങ്ങൾക്ക് നമ്മുടെ പ്രവർത്തനത്തിലൂടെ കിട്ടും, പല നിലക്കും കിട്ടും. ആ ജീവിക്കുന്ന വ്യക്തി രാഹുലായാലും രാജനായാലും പിന്നെ കുര്യാക്കോസ് ആയാലും പിന്നെ റിയാസ് ആയാലും വേണ്ടില്ല, അവൻ്റെ ഏത് പ്രായത്തിലാണോ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കി അള്ളാഹുവിനെ ഇലാഹായിക്കൊണ്ട് തെരഞ്ഞെടുക്കുന്നത്, അന്ന് അവൻ ആരാവണുള്ളൂ? മുസ്ലിം ആവണുള്ളൂ. എന്ന് വെച്ചാൽ റിയാസ് എന്ന ആള് മുസ്ലിം ഉപ്പാനും ഉമ്മാനും മോനായി ജനിച്ചിട്ടൊന്നും അള്ളാഹിനെ പിൻപറ്റി ജീവിച്ചിട്ടില്ല. ഒരു 40-ാമത്തെ വയസ്സെത്തിയപ്പോഴാണ് അള്ളാഹിനെ മഹത്വം മനസ്സിലാക്കിയിട്ട് അന്ന് മുതൽ അള്ളാഹിനെ ആത്മാർത്ഥമായി ആരാധന തുടങ്ങിക്കണമെങ്കിൽ അന്ന് മുതൽ അള്ളാഹിൻ്റെ കണക്കിൽ അവൻ ആരുള്ളൂ? മുസ്ലിം ഉള്ളൂ. നിങ്ങളുടെ അയൽവാസി രാഹുൽ 50 വയസ്സ് വരെ ഇതൊന്നും അറിയില്ലായിരുന്നു. 50-ാമത്തെ വയസ്സിൽ ഏതോ സഹോദരിൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞു, അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞു. 50-ാമത്തെ വയസ്സിൽ അവൻ എന്ത് ചെയ്തു? അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കാൻ തുടങ്ങി. 50-ാമത്തെ വയസ്സിൽ അവൻ മുതൽ അവൻ ആരാണ്? മുസ്ലിമാണ്. അവൻ്റെ പേര് രാഹുൽ ഇത് മാറ്റിയാലും മാറ്റിയിട്ടില്ലെങ്കിലും അള്ളാഹിൻ്റെ ലിസ്റ്റിൽ അവൻ ആരായി? മുസ്ലിമായി. ചുരുക്കി പറഞ്ഞാൽ ഷഹാദത്ത് ഞാൻ എന്നാണോ സ്വയം, ശ്രദ്ധിക്കണേ, എന്നെ മദർസിൽ ഉസ്താദ് പഠിപ്പിച്ചുകൊണ്ടല്ല, എൻ്റെ വാപ്പ മുസ്ലിം ആയതുകൊണ്ടല്ല, എൻ്റെ പേര് മുസ്ലിം പേരിട്ടത് കൊണ്ടല്ല, ഞാൻ മനസ്സറിഞ്ഞ് അള്ളാഹിനെ മനസ്സിലാക്കി, അതൊരു ഇലാഹാണെന്ന് ഞാൻ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചവനെ ഞാൻ തിരഞ്ഞെടുക്കുന്ന എന്നാണോ അന്നേ ഞാൻ എന്ത് ചെയ്യുള്ളൂ? ഞാൻ മുസ്ലിമാണുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഷഹാദത്ത്, അതിനാണ് നമ്മൾ എന്ത് പറയുക? ഷഹാദത്ത് എന്ന് പറയാം.